സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. Your father is a farmer, but you opted for the software industry. Why? That is because after a great consideration and consultation, I came to the conclusion that the socialist illusion was a great botheration to the Indian nation whose chief occupation was cultivation and irrigation. But with further contemplation and deliberation, I discovered that without globalization and exploration, there cannot be optimization to make India's transformation to a superpower nation. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമാണ്. കമ്പ്യൂട്ടർ നിനക്ക് എന്തൊക്കെ അറിയാം? എനിക്ക് ബേസിക് COBOL, VB.NET, C++, ഫോട്ടോഷോപ്പ് ഇതൊക്കെ അറിയാം. CD റൈറ്റ് ചെയ്യോ? അറിയാം. DVDയും റൈറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യും. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. മനസ്സിലാവുന്നുണ്ടാവല്ലോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാരും കേൾക്കാനാ പറയുന്നത്, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓക്കെ? ആ, പിന്നെ റോബസ്റ്റ് ആണ് സാർ. റോബസ്റ്റ് പഴമാണ്. പഴമല്ല, റോബസ്റ്റ് എന്ന് പറയുമ്പോ you may think that robustness is a luxury in this time of adventures on internet. ഇത് പേജിലുണ്ട്, നിങ്ങൾ കുറച്ചേരം കഴിഞ്ഞ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് വായിച്ച് ക്ലിയർ ആവും. സർ, ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഹലോ, KNK ഓട്ടോമൊബൈൽസ്. കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സിൽ നിന്നോ? അതെ അതെ, മിസ്റ്റർ മനോഹരൻ KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ ആണ് സംസാരിക്കുന്നത്. ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. എടാ ജോസഫേ, കേശവ, ഗോവിന്ദ, നാരായണൻകുട്ടി, നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. കോടി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചോളാം. ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ അങ്ങോട്ട് കൊണ്ട് ആണി പറിക്കേ. ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവരോടല്ലേ പറഞ്ഞത്? പോയി പറ. ദോഷങ്ങൾ. അരവിന്ദൻ ദർബാർ ഹാളി പണിയുന്നുണ്ട്. അവൻ എന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുന്നുണ്ടോ പോയി നോക്കുമ്പോ അപ്രശ്യ. എന്നാ നീ ഭിത്തി ഒരിച്ച് കഴി. ആഹാ, അയ്യോ, ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴുകട കഴുതേ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദിരാശി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്. വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? പിന്നെ ഇവിടെ ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസന്വേഷണം അമേരിക്കയിലാണ്. Maybe they are poor, police, trolley pullers,
But we are not beggars. You enjoy this status in life because of our certain blood. വായി നോക്കിക്കാതെ എന്തെങ്കിലും പണിയെടുക്കടാ. നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നി കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. സ്പാനർ ചുറ്റിയിലൊക്കെ എടുക്ക. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിൾ നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? അല്ല ഇതിന്റെ പിടി പോയല്ല. What is this, I said? This is a car. What the hell are you doing here? We are doing a car. K&K Automobiles. Continental Exporters Ford. Proprietor and mechanic ready. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. എല്ലാം നേരെ എടുത്ത് ഫിറ്റ് ചെയ്യും. ഓ, ചെയ്യാം. ചേട്ടൻ ഫിറ്റ് ചെയ്യൂ. നീ ഫിറ്റ് ചെയ്യൂ. എന്നെ കൊണ്ട് പറ്റത്തില്ല. രോഹി, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് കാറ് ശരിയാക്കാനാ പറഞ്ഞത്. ക്ഷമിക്കണം, എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല. ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവ് നന്നാക്കി തരാം. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. പുല്ലേ ഡീസൽ കൊണ്ട് തുടങ്ങി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായി തരാ. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. ആ വീടിന് കൈ അങ്ങോട്ട് മാറി നിൽക്കണു. എന്താണ് ശരിയാവും? എനക്ക് വല്ലതും പറ്റിയ ഒന്ന് പോറി. പറഞ്ഞതിൽ 2 ദിവസം മുമ്പ് കസേര കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആഞ്ഞിലിത്തക്കതിൽ വാസുദേവനാശാരി. കസ്റ്റമേഴ്സിന്റെ തൃപ്തിയാണ് എന്റെ സന്തോഷം. Don't try to act too smart with me, okay? നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് കരുതരുത്. ഞാൻ എന്താ കരുതിയത്? ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാമെന്നോ? ഞാൻ എന്ത് പറ്റിച്ചു മാഡം പറയുന്നത്? Look, I don't need to waste my valuable time talking to you. Go find a job elsewhere. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?